ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോൾഡറിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ സോൾഡറിങ് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും വിചാരിക്കുന്നു. അതായത് ഇലക്ട്രിക്കൽ കമ്പോണൻസ് ഒക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി, അതായത് ഇലക്ട്രിക്കലിൻ്റെ ചെറിയ കമ്പോണൻസ് പാർട്സ് IC അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബോർഡിൻ്റെ മേലെ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സോൾഡറിങ് ആണ്. ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു മെറ്റൽ ജോയിനിങ് പ്രോസസ്സാണ് സോൾഡറിങ്. അപ്പോൾ സോൾഡറിങ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മെറ്റൽ പാർട്സിനെ ഒരു ലിക്വിഡ് മെറ്റൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, സോൾഡറിങ് എന്ന് പറയുക. അപ്പോൾ സോൾഡറിങ്ങിൽ മെയിനായിട്ട് ഒരു 450 ബിലോ ടെമ്പറേച്ചറിൽ, 450 ഡിഗ്രി സെൽഷ്യസിന് താഴെ മെൽട്ടാവുന്ന അലോയ്സ് അല്ലെങ്കിൽ മെറ്റൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ഈ മെറ്റൽ പാർട്സിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറ്. സാധാരണഗതിയിൽ ലെഡ് ടിന്നിൻ്റെയും കോമ്പിനേഷനാണ് സാധാരണഗതിയിൽ സോൾഡറിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറ്. ഇപ്പോൾ സോൾഡറിങ് പ്രോസസ്സുകളെല്ലാം കണ്ടിട്ടുണ്ടാവും. ഒരു സോൾഡറിങ് അയൺ ഉണ്ടാവും. ഒരു ഇലക്ട്രിക്കൽ സോൾഡറിങ് ആണെങ്കിൽ സാധാരണ അതൊരു കറണ്ടിൽ പ്ലഗ് ചെയ്യാൻ പറ്റുന്ന ഒരു സോൾഡറിങ് അയൺ ഉണ്ടാവും. ആ സോൾഡറിങ് അയൺ കറണ്ടിൽ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ഹീറ്റാവും. ഈ ഹീറ്റായ സോൾഡറിങ് അയൺ ഉപയോഗിച്ച് നമുക്ക് എവിടെയാണോ ഒരു IC ആണ് ജോയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, IC നമുക്ക് വേണ്ട സ്ഥലത്ത് ഒരു ബോർഡാണെങ്കിൽ PCB ബോർഡിൻ്റെ മേലെ ഫിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ എന്ത് ചെയ്യും, ജസ്റ്റ് ഈ സോൾഡറിങ് അയണും അതേപോലെ നമുക്ക് വേണ്ട ഫില്ലർ മെറ്റീരിയലും കൂടി എന്ത് ചെയ്യും, ജസ്റ്റ് എവിടെയാണോ ഫില്ലർ മെറ്റീരിയൽ അവിടെ രണ്ടും കൂടി ടച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഫില്ലർ മെറ്റീരിയൽ ലിക്വിഡായിട്ട് എവിടെയാണോ ജോയിൻ ചെയ്യേണ്ടത് അവിടെ അത് എന്ത് ചെയ്യും, ഈ ഫില്ലർ മെറ്റീരിയൽ പോയിട്ട് ലിക്വിഡ് സ്റ്റേറ്റിൽ പോയി ഫില്ലാവും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സോൾഡറിങ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പം മെയിനായിട്ട് ഏറ്റവും ഈസി ആയിട്ടും കോസ്റ്റ് എഫക്റ്റീവായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് സോൾഡറിങ്. ഇതേപോലെ തന്നെ ഒരു സിമിലറായൊരു പ്രോസസ്സാണ് ബ്രേസിങ്. ക്യാപിൽ റിയാക്ഷൻ വഴിയാണ് സോൾഡറിങ് പ്രോസസ്സും ബ്രേസിങ് പ്രോസസ്സും ഒക്കെ എന്ത് ചെയ്യാറ് പോസിബിൾ ആവുന്നത്. അപ്പം ഈ സോൾഡറിങ് പ്രോസസ്സിന് മെയിനായിട്ട് ഓക്സൈഡ്സ്, അതായത് നമ്മൾ വെൽഡിങ്ങിൻ്റെ കേസിൽ പറഞ്ഞിരുന്നു, ഓക്സൈഡ്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത് കുറയും. അപ്പോൾ ഈ ഓക്സൈഡ്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ സോൾഡറിങ് ചെയ്യുന്നതിന് മുന്നേ അവിടെ ഒരു ക്ലീനിങ് പ്രോസസ്സ് നടത്തും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കലിന് പറയുന്ന പേരാണ് ഫ്ലക്സ്. അതായത് ഓക്സൈഡ്സ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കലിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫ്ലക്സ് എന്ന് പറയുക. അപ്പോൾ എവിടെയാണോ നമ്മൾ സോൾഡർ ചെയ്യേണ്ടത് അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, ആ സർഫസിൽ ഫ്ലക്സ് അപ്ലൈ ചെയ്യും. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുക, സോൾഡറിങ് ചെയ്യുക. മെയിനായിട്ടുള്ള 3-4 ടൈപ്പ് സോൾഡറിങ് മെത്തേഡ്സാണ് ഈ പറയുന്നത്. ഫസ്റ്റിലൊന്ന് ഇലക്ട്രിക്കൽ സോൾഡറിങ് ആണ്. ഇലക്ട്രിക്കൽ സോൾഡറിങ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫിഗറിൽ കാണാം, സെൻട്രലിലാണ് എന്ത് ഇലക്ട്രിക്കൽ സോൾഡറിങ് ആണ്. അത് കറണ്ടിൽ ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യും, അത് ഹീറ്റാവും. ആ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു ഫില്ലർ മെറ്റീരിയൽ സോൾഡറിങ് അയണിൻ്റെ എൻഡിൽ നമുക്ക് വേണ്ട ഫില്ലർ മെറ്റീരിയൽ ടച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് ലിക്വിഡാവും. അവിടെ നമുക്ക് വേണ്ട ജോയിൻറ്റിൽ എന്ത് ചെയ്യും, നമുക്ക് വേണ്ട ജോയിൻ്റ് എവിടെയാണോ ആ ജോയിൻറ്റിൽ ഫില്ലാവും. നെക്സ്റ്റ് ഗ്യാസ് വെൽഡിങ് ടോർച്ച്. ഗ്യാസ് വെൽഡിങ് ടോർച്ച് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഗ്യാസ് വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സെയിം ടോർച്ച് ഉപയോഗിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സോൾഡറിങ് പ്രോസസ്സ് നടത്താൻ പറ്റും. അതിനാണ് രണ്ടാമത്തെ ഗ്യാസ് വെൽഡിങ് ടോർച്ച് എന്ന് പറയുന്നത്. ജസ്റ്റ് ഓക്സി അസിറ്റൈൻ വെൽഡിങ്ങിൻ്റെ കേസിൽ നമ്മൾ കണ്ട സെയിം ടോർച്ച് ഉപയോഗിച്ച് തന്നെ സോൾഡറിങ് പ്രോസസ്സ് നടത്താൻ പറ്റും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്യാസ് വെൽഡിങ് ടോർച്ച്. നെക്സ്റ്റ് ബ്ലോ ലാമ്പ് എന്ന് പറഞ്ഞാൽ പഴയ മണ്ണ സ്റ്റൗവില്ലേ, അതിൻ്റെ ടൈപ്പിലുള്ള സാധനമാണ് എന്ത്, ബ്ലോ ലാമ്പ്. അതിൻ്റെ ഉള്ളിൽ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നുണ്ടാവും. ജസ്റ്റ് ഒരു എയർ പമ്പ് ചെയ്യുന്ന ഒരു പമ്പ് സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പം ജസ്റ്റ് പഴയ മണ്ണ സ്റ്റൗ തന്നെ, അതിനകത്ത് എന്ത് ചെയ്യും, ഫ്ലെയിം പുറത്തേക്ക് വരും. ആ ഫ്ലെയിം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, സോൾഡറിങ് പ്രോസസ്സ് നടത്തും. അതിനാണ് ബ്ലോ ലാമ്പ് എന്ന് പറയാം. ഇനി സാധാരണ ജസ്റ്റ് ഓവനിലോ അല്ലെങ്കിൽ ഓവനിൽ ഉപയോഗിച്ച് ചെയ്യുന്ന ജസ്റ്റ് ഒരു ഓവൻ, നമ്മൾ സാധാരണ രീതിയിലുള്ള ഓവനിൽ വെച്ച് ചൂടാക്കിയിട്ട് എന്ത് ചെയ്യുക, അവിടെ സോൾഡർ ചെയ്യുക. അതിന് എന്ത് പറയുക, ഓവൻ ടൈപ്പ് സോൾഡറിങ് എന്ന് പറയാം. 2 ടൈപ്പ് സോൾഡറിങ് ഉണ്ട്, സോഫ്റ്റ് സോൾഡറിങ്ങും ഹാർഡ് സോൾഡറിങ്ങും. ഒരു 350 ഡിഗ്രി സെൽഷ്യസിൻ്റെ താഴെ മെൽട്ടാവുന്ന മെറ്റീരിയലിനാണെങ്കിൽ നമ്മളെന്ത് പറയും, സോഫ്റ്റ് സോൾഡർ എന്ന് പറയും. ഫില്ലർ മെറ്റീരിയൽ 350 ഡിഗ്രി സെൽഷ്യസ് ബിലോ മെൽട്ടാവുന്ന മെറ്റീരിയലാണെങ്കിൽ നമ്മളതിനെ സോഫ്റ്റ് സോൾഡറിങ് എന്ന് പറയും. ഷീറ്റ് മെറ്റൽ വർക്കിനൊക്കെയാണ് സാധാരണ അതിൽ ഈ സോഫ്റ്റ് സോൾഡറിങ് ഉപയോഗിക്കാറ്. സാധാരണ അത് ലെഡ് ടിന്ന് ഇതൊക്കെയാണ്
സാധാരണഗതിയിൽ സോഫ്റ്റ് സോൾഡറായിട്ട് യൂസ് ചെയ്യാറ്. അതേസമയം നെക്സ്റ്റ് ഹാർഡ് സോൾഡർ ഉണ്ട്. കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ജോയിൻസ് വേണ്ട സ്ഥലത്താണ് നമ്മൾ ഹാർഡ് സോൾഡർ യൂസ് ചെയ്യാറ്. സിൽവർ അലോയ്സ് ആണ് മെയിനായിട്ട് ഹാർഡ് സോൾഡറിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. 300 to 400 ഡിഗ്രി സെൽഷ്യസിൽ മെൽട്ടാവുന്ന ഫില്ലർ മെറ്റീരിയലായിരിക്കും ഈ ഹാർഡ് സോൾഡറിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറ്. ആ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സിൽവർ അലോയ്സ് ആയിരിക്കും മിക്കവാറും. 300 to 400 ഡിഗ്രി സെൽഷ്യസിൽ മെൽട്ടാവുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്യുന്ന സോൾഡറിങ് പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഹാർഡ് സോൾഡറിങ്. 350 ഡിഗ്രി സെൽഷ്യസ് ബിലോ ചെയ്യുന്ന സോൾഡറിങ് പ്രോസസ്സിനെ പറയുന്ന പേരാണ് സോഫ്റ്റ് സോൾഡറിങ്. മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സോൾഡറിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോ കോസ്റ്റ് ആണ്, സിമ്പിളാണ്, എക്യുപ്മെൻറ്റിൻ്റെ കോസ്റ്റ് വളരെ കുറവാണ്, എഫക്റ്റീവ് സീലിംഗ് ആണ്. അതായത് എന്താ പറയുക, വെറ്റിങ്ങിനെ അപേക്ഷിച്ചും പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള വെൽഡിങ് പ്രോസസ്സിനെ അപേക്ഷിച്ചും കുറച്ചും കൂടി പിന്നെ ലീക്ക് പ്രൂഫും സീലിംഗും ഒക്കെ കൂടുതൽ എന്തിനാണ് ഈ സോൾഡറിങ്ങിനാണ്. പക്ഷേ സ്ട്രെങ്ത് കുറവാണ്. അതേപോലെ തന്നെ ബേസ് മെറ്റലിൻ്റെ പ്രോപ്പർട്ടിക്കൊന്നും ചേഞ്ച് ഒന്നും വരുന്നില്ല. ലോവർ സ്ട്രെങ്ത് വളരെ കുറവാണ്. അതേപോലെ തന്നെ സോൾഡർ ജോയിൻറ്റ് ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാകുമെങ്കിൽ എന്ത് ചെയ്യും, അതിൽ ജോയിൻറ്റിന് ക്രാക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട്. മെയിനായിട്ടുള്ള അപ്ലിക്കേഷൻ റേഡിയോ, TV, വയറിങ് ജോയിൻറ്റ്സ്, ബാറ്ററി ടെർമിനൽ, റേഡിയേറ്ററിൻ്റെ അകത്തുള്ള ട്യൂബിൻ്റെ റിപ്പയർ, അതേപോലെ തന്നെ വീട്ടിലെ പാത്രങ്ങൾ, യൂട്ടൻസിൽസ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ പാത്രത്തിനൊക്കെ എന്താ പറയുക യൂട്ടൻസിൽസ് എന്ന് പറയാം, അതിൻ്റെയൊക്കെ റിപ്പയറിങ്, ഇതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സോൾഡറിങ് ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് ആണ് ബ്രേസിങ്. ബ്രേസിങ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ രണ്ട് മെറ്റൽ പീസിന് ജോയിൻ ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുക, ബ്രേസിങ് എന്ന് പറയാം. ഒരു ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മെറ്റൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ജോയിൻ്റെ ഇടയ്ക്കിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുക, ബ്രേസിങ് എന്ന് പറയാം. ഇതിലാകെ ഡിഫറൻസ് സോൾഡറിങ് അതേപോലെ ബ്രേസിങ് തമ്മിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ടെമ്പറേച്ചർ, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഫില്ലർ മെറ്റീരിയൽ എബോവ് 450 ആയിരുന്നു. അതേസമയം സോൾഡറിങ്ങിൻ്റെ കേസിൽ എന്തായിരുന്നു, ബിലോ 450 ആണ്. എബോവ് 450 ആണ് ബ്രേസിങ്ങിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ, ഫില്ലർ മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ എബോവ് 450 ആണ്. അതേസമയം ഈ ടെമ്പറേച്ചർ, ഫില്ലർ മെറ്റീരിയലിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഒരിക്കലും എന്തിൻ്റെ മേലെ പോകാൻ പാടില്ല, നമ്മൾ ജോയിൻ ചെയ്യുന്ന പാരൻറ്റ് മെറ്റലിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചറിൻ്റെ മേലെ പോകാനും പാടില്ല, അതിനെക്കാട്ടിയും കുറവായിരിക്കും. അതായത് നമ്മൾ സ്റ്റീലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നമ്മളെ ഫില്ലർ മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ, ഫില്ലർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ചിലപ്പം കോപ്പറോ അങ്ങനെ വേറെ ഏതെങ്കിലും മെറ്റീരിയൽസ് ആയിരിക്കും എന്ത് ചെയ്യുക നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ ഫില്ലർ മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ ഒരിക്കലും എന്തിൻ്റെ മേലെ പോകാൻ പാടില്ല, ഈ പാരൻറ്റ് മെറ്റലിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചറിൻ്റെ മേലെ പോകാനും പാടില്ല. അത്തരത്തിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുക, ബ്രേസിങ് എന്ന് പറയാം. ഫില്ലർ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ബ്രേസിംഗ് പ്രോസസ്സിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഫില്ലർ മെറ്റീരിയലിനെ പറയുന്ന പേരാണ് സ്പെൽട്ടർ. കോപ്പർ ബേസ് അലോയ് ആയിട്ടുള്ള സ്പെൽട്ടർ ഉണ്ട്, അതേപോലെ സിൽവർ ബേസ് അലോയ് ആയിട്ടുള്ള, അതായത് മെയിനായിട്ടുള്ള മെറ്റീരിയൽ എന്തായാലും കോപ്പർ ബേസ് അലോയ് എന്ന് പറഞ്ഞാൽ കോപ്പർ ആയിരിക്കും മെയിനായിട്ടുള്ള മെറ്റീരിയൽ, ബാക്കി കുറച്ച് തീയും അലോയിങ് എലിമെൻറ്റ്സ് ആയിട്ടുള്ള വേറെ എലിമെൻറ്റ്സ് ഉണ്ടാവും, അതിനാണ് എന്ത് പറയുക, കോപ്പർ ബേസ് അലോയ്സ് എന്ന് പറയാം. അതേപോലെ സിൽവർ മെയിൻ എലിമെൻറ്റും ബാക്കി കുറച്ച് എക്സ്ട്രാ ബാക്കിയുള്ള എലിമെൻറ്റ്സ് മെറ്റൽസുള്ള സ്പെൽട്ടറിനാണ് പറയുന്ന പേരാണ് സിൽവർ ബേസ് അലോയ്സ്. അപ്പം ഏത് തരത്തിലുള്ള ജോയിൻ്റാണ് നമുക്ക് വേണ്ടതെന്നുള്ളതനുസരിച്ച് എന്ത് ചെയ്യും, ഈ ഫില്ലർ മെറ്റീരിയലിൻ്റെ ടൈപ്പ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ബ്രേസിംഗ് പ്രോസസ്സിനെ മെയിനായിട്ട് ടോർച്ച് ബ്രേസിംഗ്, ഫർണസ് ബ്രേസിംഗ്, ഇൻഡക്റ്റീവ് ബ്രേസിംഗ്, റെസിസ്റ്റൻസ് ബ്രേസിംഗ്, ഡിപ്പ് ബ്രേസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ക്ലാസിഫൈ ഉണ്ട്. ആ പേര് മാത്രങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്തായി പഠിച്ചു വെച്ചാൽ മതി, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും എന്ത് ചെയ്യണ്ട, പഠിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ബ്രേസിംഗ് പ്രോസസ്സ്. നമുക്ക് വേണ്ട ഫില്ലർ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യും, ഈ മെറ്റീരിയലിൻ്റെ രണ്ട് മെറ്റലാണ് ജോയിൻ ചെയ്യേണ്ടത്, ഈ രണ്ട് മെറ്റലിൻ്റെ ഇടയ്ക്കേക്ക് എന്ത് ചെയ്യും, ജസ്റ്റ് ഫില്ലർ മെറ്റീരിയൽ വെക്കും, അതിൻ്റെ സൈഡിൽ എന്ത് ചെയ്യും, നമുക്ക് വേണ്ട ഒരു ഹീറ്റിംഗ് ടോർച്ച് വെച്ചിട്ട് എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യും. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പം ഇതിൻ്റെ ഇടയിലേക്ക് രണ്ട് ബേസ് മെറ്റലിൻ്റെ ഇടയിലേക്ക് നമ്മളെ ഫില്ലർ മെറ്റീരിയൽ ഫില്ലാവുകയും അവിടെ ജോയിൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കാസ്റ്റ് അയണോ റോട്ട് മെറ്റൽസും ജോയിൻ ചെയ്യാൻ പറ്റും, ഡിസിമിലർ മെറ്റൽ ജോയിൻ ചെയ്യാൻ പറ്റും, നോൺ മെറ്റൽസ് ജോയിൻ ചെയ്യാൻ പറ്റും, അതേപോലെ നോൺ മെറ്റൽസ് കോട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എന്തിൻ്റെ അഡ്വാൻറ്റേജ് ആണ്, ബ്രേസിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഡിഫറെൻറ്റ് തിക്നെസ് ഉള്ള മെറ്റൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതേസമയം മെറ്റലർജിക്കൽ പ്രോപ്പർട്ടീസ്,
മെറ്റീരിയലിൻ്റെ മെറ്റലർജിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് ആവാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ബ്രേസിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ലേബർക്ക് മാത്രമേ ഈ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അതേപോലെ ചെറിയ സൈസുള്ള പ്രൊഡക്റ്റിൽ മാത്രമേ ബ്രേസിങ് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അതേപോലെ ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള ഒരു ജോയിൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും ബ്രേസിങ് കൊണ്ട് പറ്റും. പൈപ്പ് ഫിറ്റിങ്സ്, അതേപോലെ ടാങ്ക്, അതുപോലെ തന്നെ നമ്മളെ ലെയ്ത്തിൻ്റെ ഒക്കെ ടൂള് ഫിക്സ് ചെയ്യുന്നത്, അതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ബ്രേസിങ് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ റേഡിയേറ്റർ, ഹീറ്റ് എക്സ്ചേഞ്ചർ, ഇലക്ട്രിക്കൽ പാർട്സ്, കാസ്റ്റിങ്സിൻ്റെ റിപ്പയറിങ്, കാസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് ഒക്കെ ബ്രേസിങ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി ഈ ബ്രേസിങ്ങും സോൾഡറിങ്ങും തമ്മിലുള്ള വെൽഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ജസ്റ്റ് ഈ ഒരു ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കാം. വെൽഡിങ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഐദർ ഹീറ്റ് ഓർ ഹീറ്റ് ആൻഡ് പ്രഷർ. അതായത് ഒന്നുമില്ലെങ്കിൽ ഹീറ്റ് മാത്രമോ അല്ലെങ്കിൽ ഹീറ്റും പ്രഷറും കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വെൽഡിങ് ചെയ്യാറ്. അതേസമയം സോൾഡറിങ്ങിൻ്റെ കേസിൽ എന്താ, ജസ്റ്റ് സോൾഡർ മെൽറ്റ് ചെയ്യുക. അതായത് 450 ഡിഗ്രി സെൽഷ്യസിൽ താഴെ ടെമ്പറേച്ചർ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സോൾഡറിങ് മെറ്റലിനെ മെൽറ്റ് ചെയ്യാൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സോൾഡറിങ്ങിൻ്റെ കേസ് ചെയ്യുന്നുള്ളൂ. അവിടെ പ്രഷറൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, അപ്ലൈ ചെയ്യാറില്ല. അതേപോലെ തന്നെയാണ് ബ്രേസിങ്ങിൽ ടെമ്പറേച്ചറിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ടെമ്പറേച്ചർ എബോവ് 450 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ബ്രേസിങ്ങിൻ്റെ കാര്യത്തിൽ സ്പെൽറ്റർ എന്ന് പറഞ്ഞ സാധനമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, മെൽറ്റ് ചെയ്തതിന് ശേഷം അത് ഫില്ല് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ബ്രേസിങ് എന്ന് പറയാം. നെക്സ്റ്റ് വെൽഡിങ്ങിൻ്റെ കേസിൽ ബേസ് മെറ്റൽ മെൽറ്റ് ടു ഫോം എ വെൽഡ്. അതായത് ബേസ് മെറ്റലും കൂടി എന്ത് ചെയ്യും, മെൽട്ടാവും. എന്തിൻ്റെ കേസിൽ, വെൽഡിങ്ങിൻ്റെ കേസിൽ. അതേസമയം സോൾഡറിങ്ങിൻ്റെ കേസിൽ ബേസ് മെറ്റൽ മെൽട്ടാവോ ജോയിൻ്റെ പാർട്ടാവോ ചെയ്യില്ല. ജസ്റ്റ് ആ ജോയിൻ്റ് അവിടെ ഫില്ലാവുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ എക്സ്ട്രാ മെറ്റീരിയൽ ഉപയോഗിച്ച് അവിടെ ജോയിൻറ്റ് ഫില്ല് ചെയ്യുന്നേ ഉള്ളൂ. അവിടെ ബേസ് മെറ്റലിൽ എന്ത് ചെയ്യില്ല, മാറ്റമൊന്നും വരില്ല. ബേസ് മെറ്റൽ ജോയിൻ്റെ പാർട്ടാവുന്നില്ല. ജസ്റ്റ് ഒരു ഫില്ലിങ്, ഒരു ജോയിൻ്റ് ഉണ്ടെങ്കിൽ, ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഫില്ലിങ് പോലത്തെ ഒരു പ്രോസസ്സ് മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, നടക്കുന്നുള്ളൂ. സോൾഡറിങ്ങിൻ്റെ കേസിലും ബ്രേസിങ്ങിൻ്റെ കേസിലും സെയിം സെറ്റപ്പാണ്, സെയിം അവസ്ഥയാണ്. ബേസ് മെറ്റൽ ഡു നോട്ട് മെൽറ്റ് ടു ഫോം എ ജോയിൻറ്റ്. അപ്പോൾ അതൊന്നും ചെയ്യുക, ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഫില്ലർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വെൽഡിങ് ഇലക്ട്രോഡാണ്. ജോയിൻറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഫില്ലർ മെറ്റീരിയലാണ്. അപ്പം സോൾഡറിങ് മെറ്റൽ എന്ത് ചെയ്യും, ഫില്ലർ മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യും സോൾഡറിങ്ങിൻ്റെ കേസിൽ. അതേപോലെ ബ്രേസിങ് മെറ്റീരിയൽ, സ്പെൽട്ടർ എന്ന് പറഞ്ഞാൽ ഫില്ലർ മെറ്റീരിയലാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ഈ ജോയിൻറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറ് ബ്രേസിങ്ങിൻ്റെ കേസിൽ. ഇനി വെൽഡിങ്ങിൻ്റെ കേസിൽ ഈ ഫില്ലർ മെറ്റീരിയലിൻ്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ബേസ് മെറ്റൽ, ഏത് മെറ്റലാണോ നമ്മൾ വെൽഡ് ചെയ്യുന്നത് അതിൻ്റെ അതേ കോമ്പിനേഷൻ ആയിരിക്കും. അതേസമയം സോൾഡറിങ്ങിൻ്റെ കേസിലും അതേപോലെ തന്നെ ബ്രേസിങ്ങിൻ്റെ കേസിലും ബേസ് മെറ്റലിനെക്കാളും ഡിഫറൻ്റ് ആയിട്ടുള്ള ഫില്ലർ മെറ്റീരിയലാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ഫില്ലർ മെറ്റീരിയലിൻ്റെ കോമ്പോസിഷനാണ് നമ്മൾ യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് വെൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത് ഹൈ ആണ്. അത് ഏറ്റവും സ്ട്രെങ്ത് കുറഞ്ഞത് സോൾഡറിങ് ആണ്. സോൾഡറിങ്ങിനെക്കാട്ടിയും കുറച്ചും കൂടി സ്ട്രെങ്ത് കൂടുതലാണ് ബ്രേസിങ്ങിന്. ഏറ്റവും സ്ട്രെങ്ത് കുറഞ്ഞത് സോൾഡറിങ്ങിനെക്കാട്ടി സ്ട്രെങ്ത് കൂടിയത് ബ്രേസിങ്, ഏറ്റവും സ്ട്രെങ്ത് കൂടിയത് വെൽഡിങ് ആണ്. വെൽഡഡ് ജോയിൻ്റ് ആണ് ഏറ്റവും സ്ട്രെങ്ത് കൂടിയത്. നമുക്കറിയാം സോൾഡറിങ് ഒക്കെ എന്താ, വളരെ വീക്കാണ്, വീക്ക് ജോയിൻറ്റിൻ്റെ പാർട്ടിൽ വരുന്നതാണ്. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതേസമയം ബ്രേസിങ് എന്താ, കുറച്ചും കൂടി സ്ട്രെങ്ത് കൂടുതലാണ്. ഏറ്റവും കൂടി സ്ട്രെങ്ത് കൂടിയത് എന്താണ്, വെൽഡഡ് ജോയിൻ്റ് ആണ്. ഹൈ സ്ട്രെങ്ത് വേണം സ്ട്രക്ചറൽ മെമ്പേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, എന്തെങ്കിലും സ്ട്രക്ചർ ഉണ്ടാക്കും, പാലോ ബ്രിഡ്ജോ അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്, വെൽഡിങ് ഉപയോഗിക്കാറ്. സോൾഡറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക്കൽ കണക്ഷൻസ്, ഇലക്ട്രിക്കൽ കമ്പോണൻസ് ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, സോൾഡറിങ് ഉപയോഗിക്കാറ്. അതേപോലെ കാറിൻ്റെ റേഡിയേറ്റർ, അതേപോലെ ഹീറ്റ് എക്സ്ചേഞ്ചർ, അതിൻ്റെയൊക്കെ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ടും അതിൻ്റെയൊക്കെ പൈപ്പ് ജോയിനിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് സാധാരണ ഇതിൽ ബ്രേസിങ് ഉപയോഗിക്കാറ്. ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള ചെറിയ ജോയിൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേസിങ് ഉപയോഗിക്കാറ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എന്ത് ചെയ്യാറ്, ബ്രേസിങ്ങിനെ പറ്റിയും സോൾഡറിങ്ങിനെ പറ്റിയും പറയാനുള്ളത്. അപ്പം
ഇത്രയും ജസ്റ്റ് ഈ കാര്യങ്ങൾ, ഈ ടേബിൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്, അതെന്ത് ചെയ്യുക, ഒന്ന് നല്ലോണം പഠിച്ചു വെക്കുക. ഓക്കെ.